വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എന്താണ് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ ഡിസൈനിങ് ആയിട്ട്, അതായത് ഇലക്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇലക്ഷൻ എങ്ങനെയാണ് നല്ലൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പോസ്റ്ററാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റർ നിങ്ങൾ ഇതിന് മുമ്പ് എവിടെയും കണ്ടുപോകണം എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു പോസ്റ്റർ ചെയ്തതുകൊണ്ടു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പോസ്റ്റർ ഇന്ന് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോർമലായിട്ടുള്ള ഈ ഒരു ഫോട്ടോ ആണ് നമ്മൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഈ പോസ്റ്ററിലേക്ക് നമ്മൾ ചെയ്തില്ല. അപ്പോൾ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പോസ്റ്ററാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ആരും കണ്ടില്ലെന്നുണ്ടെങ്കിൽ പോയി കാണാം. കാരണം നമ്മൾ ടെക്സ്റ്റ് എങ്ങനെയാണ് ഇതിലേക്ക് പിക്സലാബ് മലയാള ഫോണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ട് എങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നില്ല ആ വീഡിയോ നമ്മൾ കുറച്ചൊക്കെ നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വല്ലാതെ ടെക്സ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ ആ വീഡിയോ കാണാത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോയി ആദ്യം ആ വീഡിയോ കാണാം. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഒരു വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ നമ്മളെന്താണ് ഇതിന് മുമ്പ് ഇലക്ഷനെ പറ്റിയുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പോയി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതായത് ആനിമേഷൻ വീഡിയോ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറഞ്ഞ് വൈകിപ്പിക്കില്ല. ദെൻ വി കാൻ ഗോ ടു അവർ വർക്ക് വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം. ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്നാപ്സീഡ്, അതുപോലെ തന്നെ പിക്സലാബ്, പിന്നെ നമ്മൾ യൂസ് ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിനായിട്ട് കോഡ് FM-ൽ നിന്നുള്ള ഈ 3 ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഈ ഒരു 3 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓപ്പൺ ആക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപ്സീഡാണ്. അപ്പോൾ സ്നാപ്സീഡ് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ് വരിക. അതിൽ നമ്മൾ അവിടെ ഒരു പ്ലസ് ഐക്കൺ അതുപോലെ തന്നെ ഓപ്പൺ എന്നുള്ള ഓപ്ഷനും കാണാം. അപ്പോൾ അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഫയൽ, അതായത് നമ്മുടെ ഇമേജസ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇമേജസ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ ആഡ് ചെയ്തിട്ട് അവിടെ ഒരു പെൻ ടൂളാണ്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ടേൺ ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ട്യൂൺ ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബ്രൈറ്റ്നസ് അങ്ങനെ ഒരുപാടുള്ള കോൺട്രാസ്റ്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് തരും. അപ്പോൾ അതിൽ നമ്മൾ മാക്സിമം എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ബ്രൈറ്റ്നസ് കുറയ്ക്കുക. എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡ് എങ്ങനെ എത്രത്തോളം കൊണ്ടുവരാൻ കഴിയും ആ ഒരു ബ്ലാക്ക് കൊണ്ടുവരുന്നത് വരെ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമുക്ക് ആ ഒരു ബ്ലാക്ക് എത്രത്തോളം വേണമെന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുക്കുന്ന ഫോട്ടോയ്ക്ക് അനുസരിച്ച് ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോയ്ക്ക് അനുസരിച്ച് നിങ്ങൾ അവിടെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു എഡിറ്റിങ്ങിൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബ്രൈറ്റ്നസ് ഫുള്ളായിട്ട് കുറച്ചിട്ട് കൊടുക്കുക, അതായത് ഡിം ചെയ്ത് കൊടുക്കുക, -100ലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാംത്തും അതുപോലെ തന്നെ നമ്മുടെ ക്ലൗഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിക്കനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലായിട്ട് ഓപ്ഷൻ കാണും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മാക്സിമം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ വ്യൂ എഡിറ്റ്സ് എന്നുള്ള ഓപ്ഷൻ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മാക്സിമം നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ട്യൂൺ ഇമേജ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ സെൻറ്റർ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ, അതിൽ ഞാൻ ജസ്റ്റ് ഓരോ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഐഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ റെഡ് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇറേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് ഇനി കാണിക്കാനുള്ളത്. അതായത് നമ്മൾ എവിടെയാണ് വേണ്ടാത്ത വെച്ചാൽ അവിടെ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് നമ്മൾ എഡിറ്റ് ചെയ്ത സംഭവം പോകും. അതായത് നേരത്തെ നമ്മളൊരു ബ്ലാക്ക് ആയിട്ട് ഷെയ്ഡ് ചെയ്തിരുന്നു, അത് പോകും. അതുപോലെ തന്നെ അത് നമുക്ക് വീണ്ടും വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ 100 ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ വീണ്ടും ഒന്ന് ഇറേസ് ചെയ്യുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും പഴയതുപോലെ തന്നെ ആക്കി കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് ഇനി നമ്മൾ ആരെ ഫോട്ടോത്തിലാണോ ആ ഒരു ബ്രൈറ്റ്നസ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഫുൾ കളർ ആരുടെ മുഖത്താണോ കൊണ്ടുവരേണ്ടത് വെച്ചാൽ, അല്ലെങ്കിൽ ആരുടെ ശരീരത്താണ് കൊണ്ടുവരേണ്ടത് വെച്ചാൽ ആ ഒരു ബോഡി വരുന്ന പാർട്സിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇറേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോഡി വരുന്ന പാർട്സ് എന്ന് പറയുമ്പോൾ സെൻറ്ററിലായിട്ട്, അതായത് മൂലകൾ ശ്രദ്ധിക്കാതെ സെൻറ്റർ ഭാഗങ്ങൾ ഇതുപോലെ പെട്ടെന്നൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. അതായത് പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കാതെ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എന്താണ് ഇതുപോലെ മൂലകളൊക്കെ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് സൂം ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാക്സിമം സ്പീഡായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി ഒന്ന് സ്പീഡാക്കി കാണിച്ചു തരാം ഞാൻ ചെയ്തത്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്താണ് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക, അതായത് മൂലകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ ആ ഒരു ഭാഗം മാത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ആ ഒരു ഐൻ്റെ ഐക്കണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം മാത്രം നല്ല കളറായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ആ ഒരു എഡിറ്റിംഗ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് ഷേപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എത്രത്തോളം വേണമെന്നുള്ളത് നോക്കിയിട്ട് ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ സേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സേവ് ചെയ്തിട്ട് താഴെ നമുക്കൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി ഷെയ്ഡ് ഒന്നും കൂടി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ എക്സ്പോർട്ട് സേവ് എന്നുള്ള ഓപ്ഷന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട് ഫോട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് ഓപ്പൺ ആക്കേണ്ടത് pixellab എന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, pixellab ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെയാണ് വരിക. അതിന് നമ്മൾ ആ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കി കളയാം. ഓക്കെ, ടെക്സ്റ്റ് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഓപ്ഷൻ താഴെ ടൂൾസിൽ കാണും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രം ഗ്യാലറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഏത് ഇമേജാണ് സെലക്ട് ചെയ്യുക വെച്ചാൽ ആ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ടെക്സ്റ്റ് ആയാലും അതുപോലെ തന്നെ ആ ഒരു പാർട്ടിയുടെ ചിഹ്നമായാലും അതായത് ഐക്കണായാലും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പാർട്ടിയുടെ അതായത് ഇത് CPIMൻ്റെ ലോഗോ ഞാൻ ജസ്റ്റ് എന്താണ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇമേജ് ഞാൻ ഇനി ചെയ്യുന്നത് എന്താ വെച്ചാൽ കളർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് വൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വൈറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വൈറ്റ് കൊടുക്കുന്നത്. സാധാരണ ഇങ്ങനത്തെ ഇമേജിലൊക്കെ വൈറ്റ് തന്നെ കൊടുക്കാറുള്ളത് എല്ലാ ഐക്കണും. അപ്പോൾ ഓക്കെ, ആ വൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അതായത് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മലയാളം ടെക്സ്റ്റാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അടുത്തായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് മലയാളം നല്ലൊരു ഫോണ്ട് യൂസ് ചെയ്തിട്ട് ഇതിൽ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം വേണം. അതായത് കോഡ് FM എന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെയാണ് വരിക. അത് ജസ്റ്റ് നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്തൊന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ താഴെ ഗെറ്റ് FM എന്നൊരു ഓപ്ഷൻ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ടൈപ്പിംഗ് കീബോർഡിൽ അത് കോപ്പി ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെറ്റ് FM എന്നൊരു ഓപ്ഷൻ കൊടുക്കാൻ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് അപ്പോൾ FML ഫോർമാറ്റിലാണ് നമ്മളിത് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് FML ഫോർമാറ്റിലാണ് ഇപ്പോൾ അത് കോപ്പി ആയിട്ട് കിട്ടിയില്ല. ഇനി നമ്മൾ ജസ്റ്റ് ആഡ് ന്യൂ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് വരും. അതൊന്ന് ബാക്ക് അടിച്ച് കളഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഗെറ്റ് FM ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് പേസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് FML ഫോർമാറ്റിലുള്ള ഫോൺസ് നമുക്ക് അവൈലബിൾ ആണ്. ഗൂഗിളിലും ക്രോമിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മലയാള ഫോണ്ട് അവൈലബിൾ ആയിട്ടുള്ള വീഡിയോ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അവർക്ക് വേണ്ടത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഡൗൺലോഡ് ചെയ്ത് മുമ്പ് ഞാൻ ഒരുപാട് ഫോൺസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. മുമ്പ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ആ ഒരു ഫോണിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ധർമ്മടം എന്നാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്ലേസിൻ്റെ മണ്ഡലത്തിൻ്റെ പേര്. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കി നമുക്ക് എന്തൊക്കെ ടൈപ്പ് ചെയ്യണം വെച്ചാൽ അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതൊന്നും കൂടുതലായിട്ട് കാണിച്ചില്ല. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ തന്നെ നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എല്ലാവരും. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്, അതായത് ആ ഒരു ഇമേജിൻ്റെ ലാസ്റ്റത്തെ ആ ഒരു ഫൈനലായിട്ടുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എന്തായാലും എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. ഇനി വാങ്ങുന്ന പറഞ്ഞ വൈകിപ്പിക്കണം കേട്ടോ, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.